ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചിത്രം വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും അല്ലേ? അല്ലെങ്കിൽ ചിത്രകലയെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ആൾക്കാരായിരിക്കും. എന്നാലൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഈ വീഡിയോ അവസാനം വരെ കാണുക. ഏറ്റവും അവസാനം നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യം ഞാൻ പറയുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. ചിത്രം വരയ്ക്കാൻ അറിയാവുന്ന അല്ലെങ്കിൽ താല്പര്യമുള്ള ആളുകൾ ചെയ്യുന്നൊരു മെയിൻ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റിൽ സെർച്ച് ചെയ്യും. എന്നിട്ട് കൊള്ളാവുന്നൊരു പടം എടുത്തിട്ട് അത് വരച്ചു പഠിക്കും. അല്ലെങ്കിൽ പെയിൻറ്റിങ് ട്യൂട്ടോറിയൽസ് എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നമ്മളത് നോക്കി പഠിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിക്കും. അല്ലേ? ഇതൊക്കെ ശരി തന്നെയാണ്. എന്നാൽ ഇതിൽ നിന്നൊക്കെ പലപ്പോഴും കിട്ടാതെ പോകുന്ന ഒരു കാര്യം പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ക്രിക്കറ്റ് ആരാധകനോട് നമ്മൾ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് കളിക്കാരുടെ പേര് പറയാണ്. അപ്പോൾ അവർ പറയും സച്ചിൻ, ധോണി, ബ്രയൻ ലാറ, അക്തർ, അങ്ങനെ കുറേ ഒരു വലിയൊരു ലിസ്റ്റ് തന്നെ ചിലപ്പോൾ അവർ പറയും. ഇതേ ഒരു ചോദ്യം ഒരു പാട്ടുകാരനോട് ചോദിക്കുകയാണ്. യേശുദാസ്, ചിത്ര, ബീഥോവൻ, എ.ആർ. റഹ്മാൻ, ത്യാഗരാജസ്വാമി, ബഡേ ഗുലാം അലി, ജഗ്ജിത് സിംഗ്, അങ്ങനെ ഒരു ലിസ്റ്റ് അവരും തരും. ഇനി ഈ ചോദ്യം ഒരു ഡാൻസറോടാണെങ്കിലോ ശോഭന, പത്മ സുബ്രഹ്മണ്യം, മൈക്കിൾ ജാക്സൺ, അങ്ങനെ പലതും പറയില്ലേ? എന്നാൽ ചിത്രകലയെ ഇഷ്ടപ്പെടുന്ന 70% ആളുകൾക്കും ചിത്രകലയിലെ പ്രസിദ്ധരായ 10-20 ചിത്രകാരന്മാരുടെ പേര് പോലും അറിയില്ല. ശരിയല്ലേ? പ്രമോദിയ ആനന്ദദൂറിൻ്റെ ഇത് മനുഷ്യൻ്റെ ഭൂമി എന്ന നോവൽ പറയുന്നുണ്ട്, വാൻഗോഗിൻ്റെയും റംബ്രാൻഡിൻ്റെയും പെയിൻറ്റിങ്ങുകൾ ഇഷ്ടപ്പെടുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഹോളണ്ടുകാർ. സ്വന്തം നാട്ടിലെ ഈ കലാകാരന്മാരെ ബഹുമാനിക്കാത്തവരെ അപരിഷ്കൃതരായിട്ടാണ് ആ സമൂഹം പരിഗണിക്കുന്നത്. എന്തായാലും ചിത്രകലയെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും നമുക്ക് മുമ്പേ കടന്നുപോയവരെയും നമ്മുടെ സമകാലികരായി പ്രവർത്തിക്കുന്ന പ്രതിഭകളെയും അറിയാതെ പോകരുത്. പല ചിത്രങ്ങളും നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ചില ചിത്രങ്ങൾ നിങ്ങളുടെ കാമുകൻ്റെയൊക്കെ ഫോട്ടോയിലേക്ക് നോക്കുന്ന പോലെ നമ്മളെ അതിലേക്ക് വലിച്ചടിപ്പിക്കുമല്ലേ? എത്ര നേരം നോക്കിയാലും മതിയാവില്ല. അത്തരം ചിത്രങ്ങളെയാണ് നമ്മൾ എവർഗ്രീൻ എന്നോ ക്ലാസിക് എന്നൊക്കെ വിളിക്കുന്നത്. 15-ാം നൂറ്റാണ്ടിൽ വരച്ച മൊണാലിസയെക്കുറിച്ച് നമ്മൾ 21-ാം നൂറ്റാണ്ടിലും ചർച്ച ചെയ്യുന്നുണ്ട്. 600 വർഷങ്ങൾക്ക് ശേഷവും ആ ചിത്രം പുതിയതായി തോന്നുന്നു. അതാണ് അതിൻ്റെ വിജയം, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ ജീവൻ. ചിത്രകലാ ചരിത്രത്തിൽ സ്വന്തം സിഗ്നേച്ചർ അടയാളപ്പെടുത്തിയ ഒരുപാട് കലാകാരന്മാരുണ്ട്. ഇവരെക്കുറിച്ചൊക്കെ നമ്മൾ അറിയാൻ ശ്രമിച്ചാൽ, അതേപോലെ പല കാലഘട്ടങ്ങളിൽ കലകളിൽ വന്ന മാറ്റങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇവരെ അറിയണമെന്ന് പറഞ്ഞതെന്ന്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ വായിച്ചാലും വളരും, ഇല്ലെങ്കിലും വളരും. എന്നാൽ ഇവരെക്കുറിച്ച് അറിയാൻ തുടങ്ങുമ്പോഴാണ് ഞാനിത് അറിഞ്ഞിരുന്നില്ലെങ്കിൽ എനിക്ക് എന്താണ് നഷ്ടപ്പെടുന്നത് എന്ന് സ്വയം തിരിച്ചറിയുന്നത്. ഈ ഒരു തിരിച്ചറിവ് നിങ്ങളുടെ ചിത്രങ്ങളെ വ്യത്യസ്ത തലങ്ങളിലേക്ക് കൊണ്ടുപോകും. അതിനിപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആർട്ടിസ്റ്റ് എന്നോ അല്ലെങ്കിൽ ഫേമസ് ആർട്ടിസ്റ്റ് ഇൻ ദി വേൾഡ് എന്നോ അങ്ങനെയൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വിവരങ്ങൾ കിട്ടും. പക്ഷെ മലയാളത്തിൽ ഇവരെക്കുറിച്ചുള്ള വീഡിയോസ് കുറവാണ്. ചിത്രകലയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിൻസെൻ്റ് വാൻ ഗോഗിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന മലയാളത്തിലെ ആദ്യത്തെ വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്ത വാൻ ഗോഗിൻ്റെ പ്രണയങ്ങളാണെന്ന് തോന്നുന്നു. ഇതുവരെ വേറെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് പ്രധാനമായിട്ട് ഇങ്ങനൊരു ചാനൽ തുടങ്ങാൻ തന്നെ കാരണം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം.
ചിത്രകലയെ സ്നേഹിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ചിത്രകല അത്രയും പാഷനായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാൾ നിർബന്ധമായും കണ്ടിരിക്കേണ്ട 20 ചിത്രകാരന്മാരെ കുറിച്ച് ഞാൻ പറയാം. അവരുടെ ചിത്രങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സെർച്ച് ചെയ്ത് കാണണം. കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു നെറ്റിൽ കിട്ടുന്ന നമ്മൾ പെയിൻറ്റ് വാട്ടർ കളർ എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ സെർച്ച് ചെയ്ത് കിട്ടുന്ന ചിത്രങ്ങളും ഇവരുടെ ചിത്രങ്ങളും തമ്മിലുള്ള ഡിഫറൻറ്റ് എന്താണെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു പേനയും പേപ്പറും എടുത്തോളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് പൗസ് ചെയ്തിട്ട് ഈ ലിസ്റ്റ് അങ്ങ് എഴുതിയെടുക്കാം. ലിയനാർഡോ ഡാവിഞ്ചി, നമ്മൾ നേരത്തെ പറഞ്ഞ മൊണാലിസ വരച്ച അതുല്യ പ്രതിഭ. മൈക്കൽ ആഞ്ചലോ, റാഫേൽ, റംബ്രാൻഡ്, വെർമീർ, ഗോയ, ബ്രൂഗൽ, പോൾ സെസാൻ, പോൾ ഗോഗിൻ, പാബ്ലോ പിക്കാസോ, സൽവദോർ ഡാലി, മാർഷൽ ദുഷാമ്പ്, ജാക്സൺ പൊള്ളോക്ക്, അപനീന്ദ്രനാഥ് ടാഗോർ, ജംനി റോയ്, നന്ദലാൽ ബോസ്, റോയ് ചൗധരി, എം എഫ് ഹുസൈൻ, അനീഷ് കപൂർ, എ രാമചന്ദ്രൻ. ഇതൊരു ചെറിയ ലിസ്റ്റാണ്. ഇനിയും ഒരുപാട് കലാകാരന്മാരെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അവരെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്തായാലും ഇതുപോലുള്ള വീഡിയോസ്, ഇവരെക്കുറിച്ചുള്ളൊക്കെ വീഡിയോസ് ഇനി വരും ദിവസങ്ങളിൽ ചെയ്യാം. എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് പരിശീലിച്ച് നോക്കുക. അതിൻ്റെ വ്യത്യാസം തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.